ആദ്യം നമുക്ക് പാൻ വെച്ചൊന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കരിയാപ്പിലയും ഇട്ട് കൊടുക്കുക. കരിയാപ്പിലയും പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് സവാളയാണ്. ഒരു സവാള. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴലുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ സവാള വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മെയിനായിട്ട് വേണ്ട തക്കാളിയാണ്. ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളച്ചിരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പും കൂടെ, നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് നോക്കി ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോളോ ചെയ്യാനും നമ്മളിതൊന്നും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റായിട്ട് കൂടെ ഒന്ന് അറിയിക്കണേ. പിന്നെ നമുക്ക് അടുത്ത പുതിയൊരു റെസിപ്പി ആയിട്ടാണ് കൂട്ടുകാരെ